ആരിനി തെറ്റായി എൻ്റെ കമൻറ്റ് ബോക്സിൽ വേണ്ടാത്ത വാക്കുകൾ എഴുതി കമൻ്റ് ഇട്ടാൽ അന്നേരം തന്നെ അവരുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിലും അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാനെടുത്ത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിലിടും ഞാൻ ഫോട്ടോയും അവരുടെ ഫോൺ നമ്പരും അവരുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും, വീഡിയോയിലിടും. അതിനൊരു മാറ്റവുമില്ല. കമൻറ്റ് ബോക്സിൽ ആരും ആവശ്യമില്ലാത്ത കമൻ്റ് ഇടരുത്. നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ പറ്റില്ലെങ്കിൽ ഇടണ്ട. കാരണം ഞാൻ തെറ്റായി നടക്കുന്ന ഒരു വ്യക്തിയല്ല, തെറ്റായി നിങ്ങളോട് ആരോട് സംസാരിക്കുന്ന വ്യക്തിയുമല്ല, തെറ്റായി ചിന്തിക്കുന്ന വ്യക്തിയുമല്ല. ഞാൻ നിങ്ങളെ ആരെയും തെറ്റായി ഒന്നും പറയുന്ന വ്യക്തിയുമല്ല. പിന്നെ വെറുതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി വേണ്ടാത്ത വാക്കുകൾ എഴുതി ഇടരുത്. കാരണം ഞാൻ ആരെയും ഒന്നും പറയുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വേണ്ടാത്ത വാക്കുകൾ എഴുതിയിടുന്നത്? എൻ്റെ കമൻറ്റ് ബോക്സിൽ വേണ്ടാത്ത വാക്കുകൾ എഴുതിയിട്ടാൽ അന്നേരം തന്നെ അവരുടെ ഡീറ്റെയിലും അവരുടെ ഫോട്ടോസും അവരുടെ എല്ലാം ഞാൻ എടുക്കുന്നതും അത് ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിക്കുന്നതുമായിരിക്കും. ഞാൻ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽ ഉൾപ്പെടെ അവരെ പ്രസിദ്ധീകരിക്കും, അവരെ ഫോൺ നമ്പരും ഇടും. അതുകൊണ്ട് ആവശ്യമില്ലാത്തവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ എൻ്റെ ഫേസ്ബുക്കിലോ ആവശ്യമില്ലാത്ത കമൻ്റ് ഇടരുത്. കാരണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല, തോന്നിയ പോലത്തെ ഒരു വ്യക്തിയല്ല. നിങ്ങൾ അങ്ങനെയുള്ളവർ അങ്ങനെ കാണും. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള നിരപരാധികൾ മാന്യമായി അധ്വാനിച്ച് മാന്യമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കോടീശ്വരരും അല്ല. കോടീശ്വരനെന്ന് പറയേണ്ട കാര്യവും എനിക്കില്ല. ഞങ്ങളൊക്കെ മാന്യമായിട്ട് കൂലിപ്പണിയെങ്കിൽ കൂലിപ്പണി, എന്തെങ്കിലും ഇലക്ട്രിക് പണി പ്ലംബിങ് പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. അതറിയാമോ? ഇലക്ട്രിക് ജോലിയും പ്ലംബിങ് ജോലികളും ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിൽ മാന്യമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ